2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയം നേടി. താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയാകും. റഷ്യൻ വ്യോമാക്രമണത്തെ തുടർന്ന് കീവിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതിയും ഹീറ്റും നഷ്ടപ്പെട്ടു. സമാധാന ഉടമ്പടിക്കായുള്ള US നിർദ്ദേശങ്ങളെ യുക്രൈൻ പിന്തുണച്ചു. സിറിയയിലെ തന്ത്രപ്രധാനമായ അൽ-തൻഫ് ബേസിൽ നിന്ന് US സൈന്യം പിന്മാറ്റം പൂർത്തിയാക്കി. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ആണവ സമുച്ചയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ 10,000 കോടി രൂപയുടെ ഇടപാടിന് അനുമതി. ഹരിതഗൃഹ വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്ന 2009 EPA കണ്ടെത്തൽ ട്രംപ് ഭരണകൂടം റദ്ദാക്കി. ഇതോടെ വാഹനങ്ങളിൽ നിന്നുള്ള പുക പരിശോധന ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ നിയമങ്ങളിൽ വലിയ മാറ്റം വരും. ജപ്പാൻ സമുദ്രപരിധിയിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് മത്സ്യബന്ധന ബോട്ട് ജപ്പാൻ പിടിച്ചെടുത്തു. UN കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടിശ്ശിക തീർത്തതിന് ഇന്ത്യക്ക് പ്രശംസ.